നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മിസ്റ്റർ ചെറിയച്ചൻ, എന്താ പന്തം കണ്ട പെരിച്ചാഴി പോലൊരു നോട്ടം? അല്ല, നീ എന്താടാ ഇവിടെ? വാട്ട് എ ക്വസ്റ്റ്യൻ ചെറിയച്ച. ദേവികയെ കെട്ടണം. ആ തിരക്കിനിടയിൽ എങ്ങനെ മയങ്ങി വീണാ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വാ. വേഗം നടക്ക്. സിദ്ധു, സിദ്ധു, എടാ എന്നിട്ട് ഓടിക്കല്ലേ സിദ്ധു. ഞാൻ വിളിച്ചിട്ട് കേൾക്കാണ്ട് മാലാക പോയല്ലോ. മാലാക ഒന്ന് പറ്റിക്കണം. ഇവരെവിടെയെങ്കിലും ഒളിച്ചിരുന്ന് മാലാക പറ്റിച്ചാലോ? എവിടെയോ ഒളിക്കുക? ഇവിടെ നിന്നല്ലോ കാണും. കട്ടിലെങ്കിലും അടിക്കാം. സിദ്ധു, എടാ സിദ്ധു, സിദ്ധു, ഇവൻ ഇതെവിടെ പോയതാ? സിദ്ധു, മോനെ സിദ്ധു, മോനെ സിദ്ധു, 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 മോനെ സിദ്ധു, 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 മോനെ സിദ്ധു, സിദ്ധു, ഇവൻ ഇതെവിടെ പോയി? സിദ്ധു, സിദ്ധു, Mm-hmm.
ദോ, ഇയാൾ ആരാ ആരാ ഇതിനകത്ത് കെട്ടിയിട്ടെ? അതൊക്കെ പറയാം, താനാദ്യം കെട്ടെന്നൊഴിക്ക്. ഇനി പറ, നീ ആരാ? ഞാൻ ഭദ്രൻ. ഭദ്രനോ? എന്താ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? എടാ, നീയല്ലേ സിദ്ധുവിനെ തട്ടിക്കൊണ്ടുപോയത്? നീയല്ലേ ദേവിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നേ? അതെ, അത് ഞാൻ തന്നെയാ. അപ്പൊ പരിചയമുണ്ട്. അല്ല, ഇയാളാരാ? ഞാൻ സിദ്ധുവിന്റെ ചെറിയച്ഛനാ. ഓ, ചെറിയച്ഛനാ? ദേവികയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. മിസ്റ്റർ ചെറിയച്ഛൻ, എന്താ പന്തം കണ്ട പെരിച്ചാഴി പോലൊരു നോട്ടം? അല്ല, നീ എന്താടാ ഇവിടെ? വാട്ട് എ ക്വസ്റ്റ്യൻ ചെറിയച്ഛ. ദേവികയെ കെട്ടണം, അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. നീ അവളെ കെട്ടുവോ? എന്റെ ചേട്ടന്റെ മോൻ കെട്ടാനിരുന്നവളെ നീ കെട്ടുവോന്ന്? കെട്ടും ചെറിയച്ഛൻ, ഞാൻ തന്നെ അവളെ കെട്ടും. അതുകൊണ്ടാണല്ലോ ആ പെണ്ണുപിള്ള സുലോചന എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടും ദൈവമായിട്ട് നിങ്ങൾ എന്നെ ഇവിടെ ഒന്ന് രക്ഷിച്ചത്. അല്ല, സുലോചനയാണോ നിന്നെ ഇവിടെ കെട്ടിയിട്ടത്? ആ സ്ത്രീ തന്നെ. അതിനുള്ള കണക്കൊക്കെ ഞാൻ അവരോട് തീർക്കുന്നുണ്ട്. ഇപ്പൊ പ്രധാനം എനിക്ക് ദേവികയാ. ഞാൻ പോയി അവളെ ഒന്ന് കാണട്ടെ. വന്ന വഴിക്ക് തിരിച്ചു പോവാൻ നോക്ക് നീ. ചെറിയച്ഛൻ, വെറുതെ എന്റെ വഴിക്ക് തടസ്സം നിൽക്കാതെ മാറി നിൽക്ക്. നീ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഞാൻ ഈ താലി കെട്ടു. നിങ്ങളെല്ലാവരും ചേർന്ന് കൂട്ടത്തോടെ വന്ന് തടയാൻ നോക്കിയാലും ഭദ്രൻ ദേവികയെ കെട്ടിയിരിക്കും. എങ്കിലേ ആണായി പിറന്നവനാണെങ്കിൽ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി കാണിക്ക്. അതെനിക്ക് കാണണമല്ലോ. കാണും. ഭദ്രൻ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എല്ലാവരും കൺകുളിർക്കെ കാണും. മാറിക്കണം അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.